ഡ്യൂറബിലിറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ ഏരിയാസ് ആണ്. ഏരിയാസ് മീൻസ് ഇപ്പം റിസോർട്ട്, സ്കൂള്, പബ്ലിക് പാർക്ക്, ഇത്തരം ഏരിയകളിലേക്ക് വരുമ്പം അതിൽ വ്യത്യാസം വരും. ഇപ്പം വീടുകളിൽ എന്ന് പറഞ്ഞാൽ യൂസേജ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് പോകണം, അതുപോലെ ഒന്നല്ല. സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു 20 കൊല്ലപ്പം ഒരു പട്ടാമ്പിൽ നമ്മളൊരു ക്ലയൻ്റ് ഉണ്ട്. 22 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ പണ്ട് ചെയ്ത സാധനങ്ങളുണ്ട്, അതൊന്ന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, കാലപ്പഴക്കം കൊണ്ട് അതിന് കുറച്ച് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് നിങ്ങളൊന്ന് വരുമോ ചോദിച്ച് ഞങ്ങൾ പോയി അത് മുഴുവൻ അയച്ചുകൊണ്ട് വന്ന് ഫുള്ള് റീകറക്ഷൻ ചെയ്തപ്പോഴാണ് അവിടുന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞത് അത് ഏതായാലും നിങ്ങൾ കൊണ്ടുവന്നോളി, പകരം ഞങ്ങൾക്ക് കുറച്ച് അധികം പ്രൊഡക്റ്റ് വേണം. അതായത് കസ്റ്റമറുടെ കയ്യിൽ ഇത്ര കാലം നമ്മളെ നമ്പർ ഉണ്ട്, അതൊരു ചെറിയ സാധനമല്ലല്ലോ. അപ്പം ഇത് എന്താ പറയുക, അത് എന്താ വെച്ചാൽ അത് അത്രയും എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മൾ സാധനം എൻഡ് ടു എൻഡ് നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ക്വാളിറ്റിയിലാണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും എല്ലാം നമുക്ക് അത്രയും കോൺഫിഡൻസിൽ അത് പറയാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ എല്ലാവരോടും മേടിക്കൊണ്ടോട്ടി എന്ന് പറയാനുള്ളൊരു നമ്മളൊരു ധൈര്യം തന്നെ അതാണ്. കാരണം വെച്ചാൽ നമ്മളിവിടെ വിളിച്ചാൽ ഇപ്പുറത്തുണ്ട്, നമുക്കറിയാം നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് അറിയാം എന്താണ് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവും, എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് സാധനം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്, എൻഡ് ടു എൻഡ് നമ്മളെ സാധനം ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല.